എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദരവായ നിബിതങ്ങൾ പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ. ഉലമാഇനെയും ഫുഖഹാഇനെയും കൈവിട്ടുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് സമൂഹം പ്രയാണം നടത്തുന്ന ഒരു കാലഘട്ടം. ഫയബ്തലീഹിമുല്ലാഹു ബിസലാസി ബലിയാത്തിൻ. 3 തരത്തിലുള്ള വിപത്തുകളെ കൊണ്ട് അന്ന് സമൂഹത്തെ അല്ലാഹു പരീക്ഷിക്കും. ഊലാഹ ഇർഫഉല്ലാഹുൽ ബറകത ഫീ കസ്ബിഹിം. ഒന്നാമതായി നബിതങ്ങൾ എണ്ണി അവന്റെ പരിശ്രമത്തിൽ നിന്ന് ബർക്കത്തിനെ ഉയർത്തിക്കളയും, ഊരിക്കളയും. രണ്ടാമത് നബിതങ്ങൾ പറഞ്ഞു, ഫയുസല്ലിത്തുല്ലാഹു അലൈഹിം സുൽത്താനൻ ളാലിമ. ഒരിക്കലും നീതി പ്രതീക്ഷിക്കാനാവില്ലാത്ത ഭരണകൂടങ്ങളെ അവരോധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറഞ്ഞ അതിന്റെ സാക്ഷാത്കാരം ഇവിടെ പുലർന്നിരിക്കുന്നു എന്ന് ഇനി ഞാൻ ആരോടും പറയേണ്ടെന്ന കാര്യമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കാലഘട്ടം എത്തിയിരിക്കുന്നു. നീതി എന്ന് പറയുന്നത് എവിടെയും നമുക്ക് കാണാനില്ലാത്ത വിധത്തിൽ സമൂഹത്തെ വളരെയേറെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഭരണകൂടം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിവാമുദ്ദുനിയ ബിഅർബഅത്തി അശ്യാ. 4 കാര്യങ്ങളെ കൊണ്ടാണ് ഈ ദുനിയാവിന്റെ നിലനിൽപ്പ്. അതിൽ ഒന്നാമതായി എണ്ണി ബിഇൽമിൽ ഉലമാഇ. ഉലമാഇന്റെ ഇൽമു കൊണ്ടാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് ബിഅദ്ലിൽ ഉമറാഇ. ഉമറാഇന്റെ നീതി, ഭരണകൂടത്തിന്റെ നീതി കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അതൊന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിന്റെ വീണ്ടെടുപ്പിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഈ സമൂഹത്തെ പ്രാപ്തമാക്കുന്നതിന് കളമൊരുക്കുകയാണ്. പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, സമുദായ നേതാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിന് പ്രാപ്തമാക്കുന്ന വേദിയാണ്. ഇവിടെ നാം വിറങ്ങലിച്ച് പുറകോട്ട് മാറേണ്ടവരല്ല, പതറി നിൽക്കേണ്ടവരല്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ വെച്ച് സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ വേളയിൽ അടിവയറിൽ കടാര കൊണ്ട് മുറിവേൽപ്പിച്ചു. ബോധക്ഷയം, അബോധാവസ്ഥയിൽ കഴിഞ്ഞ് എഴുന്നേറ്റ് മരണത്തെ മുഖാമുഖം കാണുന്ന ഘട്ടത്തിൽ ഒരാൾ സന്ദർശകനായി വന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ മുണ്ട് ഉടുത്തിരുന്നത് നെരിയാണിക്ക് താഴെ വലിച്ചഴച്ചുകൊണ്ട് കടന്നു വന്ന ആ ചെറുപ്പക്കാരനോട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ മുണ്ട് കയറ്റി ഉടുക്ക്. മരണത്തെ മുഖാമുഖം കാണുന്ന ഘട്ടത്തിലും നീ മുണ്ട് കയറ്റി ഉടുക്ക് എന്ന് ആഹ്വാനം ചെയ്ത ആ ദൈവത്തിന്റെ പാതയാണ്. ഇവിടെ എന്തോ നടന്നുകൊള്ളട്ടെ, അത് അതിന്റെ വഴിക്ക് നടന്നുകൊള്ളും. പക്ഷെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടുന്ന ഘട്ടമാണ് ഈ ഘട്ടം. അതിന് അനിവാര്യമായ നിലയിലാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് കളമൊരുക്കിയിരിക്കുന്നത്. ഇത് പ്രയോജനപ്പെടുത്തണം. എല്ലാവരും അവരവരുടെ മഹല്ലത്തുകളിൽ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി ഓരോ മഹല്ലത്തിനെയും ഇസ്ലാമികമായ ചുറ്റുപാടിൽ പ്രാപ്തമാക്കിയെടുക്കാനും കൂടുതൽ കർമ്മോത്സുകരാക്കാനും പരിശ്രമിക്കണം. അതിനുതകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ നാമധേയത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.